എല്ലാവർക്കും ബെസ്റ്റ് ബെറ്റ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിമ്പിൾ സെന്റൻസിനെ കുറിച്ചും കോമ്പൗണ്ട് സെന്റൻസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ കോംപ്ലക്സ് സെന്റൻസിനെ കുറിച്ചും കോംപ്ലക്സ് സെന്റൻസിനെ കുറിച്ചും പഠിക്കുന്നതാണ്. എന്താണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് നോക്കാം. എന്താണ് കോംപ്ലക്സ് സെന്റൻസ്? കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എ മെയിൻ ക്ലോസ് ആൻഡ് എ സബോർഡിനേറ്റ് ക്ലോസ്. ഒരു സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും അടങ്ങുന്ന വാചകങ്ങളെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും അടങ്ങുന്ന വാചകങ്ങളെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. അപ്പൊ എന്താ ക്ലോസ് എന്ന് പറഞ്ഞാല്? ക്ലോസ് എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വാക്കുകളാണ്. ആ വാക്കുകളിൽ ഒരു സബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്, ഈ ഒരു കോമ്പിനേഷൻ കാണും. സബ്ജക്റ്റ്, വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്, ഈ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു കൂട്ടം വാക്കുകളെ നമ്മൾ ക്ലോസ് എന്ന് പറയും. ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൂട്ടം വാക്കുകളാണ്, അതിൽ ഈ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ കാണത്തില്ല. അപ്പോ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും അടങ്ങിയ വാചകങ്ങളാണ് കോംപ്ലക്സ് സെന്റൻസ്. എന്താ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ? മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇതിന് പൂർണ്ണമായ അർത്ഥം ഉള്ള ക്ലോസുകളെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം കാണത്തില്ല, അത് മെയിൻ ക്ലോസിനെ ആശ്രയിച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കോംപ്ലക്സ് സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസും കാണും, ഒരു സബോർഡിനേറ്റ് ക്ലോസും കാണും. PSC പരീക്ഷകളിൽ കോംപ്ലക്സ് സെന്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് കുറച്ച് കീവേഡ്സ് ഉപയോഗിച്ച് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. ഇവിടെ എങ്ങനെയാണ് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കിയേ. ഒന്ന്, നിങ്ങൾക്ക് കിട്ടിയ സെന്റൻസിൽ എവിടെയെങ്കിലും വെച്ച് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ സെന്റൻസിൽ എവിടെയെങ്കിലും, അത് തുടക്കത്തിൽ തന്നെ ആവണമെന്നില്ല, ആ സെന്റൻസിൽ എവിടെയെങ്കിലും എന്തുണ്ടെങ്കിൽ വെച്ച് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് ഏത് സെന്റൻസ് ആണ്? കോംപ്ലക്സ് സെന്റൻസ് ആണ്. വെച്ച് ക്വസ്റ്റ്യൻ വേർഡും ഉണ്ട്, അതൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഏത് സെന്റൻസ് ആണ്? അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? വെച്ച് ക്വസ്റ്റ്യൻ വേർഡ് എവിടെയെങ്കിലും, ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് നോക്കിയേ. നിങ്ങളുടെ സെന്റൻസുകളിൽ സിൻസ് എന്നോ വൈൽ എന്നോ ലെസ്റ്റ് എന്നോ വേർഡ് കണ്ടാൽ കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. PSC പരീക്ഷകൾക്ക് തരുന്ന നിങ്ങളുടെ സെന്റൻസിൽ സിൻസ് എന്നോ വൈൽ എന്നോ ലെസ്റ്റ് എന്നോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം, അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. നാലാമത്തെ പോയിന്റ് എന്താ? ദാറ്റ്, സോ ദാറ്റ് എന്നോ സച്ച് ദാറ്റ് എന്നോ. ഒന്നുകൂടെ പറയാം. ആ സെന്റൻസിൽ എവിടെയെങ്കിലും ദാറ്റ് എന്നോ സോ ദാറ്റ് എന്നോ സച്ച് ദാറ്റ് എന്നോ ദോ, ആൽദോ, ഇവൻ ദോ, ആൽദോ, ഇവൻ ദോ, ഇവയിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് എഴുതണം. അപ്പോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ദാറ്റ് എന്നോ സോ ദാറ്റ് എന്നോ സച്ച് ദാറ്റ് എന്നോ ദോ എന്നോ ആൽദോ എന്നോ ഇവൻ ദോ എന്നോ ഈ വാക്കുകളിൽ നിങ്ങളുടെ സെന്റൻസുകളിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് കോംപ്ലക്സ് സെന്റൻസ് ആണ് എന്ന് എഴുതാം. പിന്നെ അഞ്ചാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് തരുന്ന സെന്റൻസിൽ ആസ് എന്നോ ഇഫ് എന്നോ ആസ് ഇഫ് എന്നോ അൺലെസ് എന്നോ, എന്താണ് ആസ്, ഇഫ്, ആസ് ഇഫ്, അൺലെസ്, ഈ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. എന്തൊക്കെയാ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ? വെച്ച് ക്വസ്റ്റ്യൻ വേർഡ് സെന്റൻസിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. ഒന്നാമത്തെ പോയിന്റ്. സിൻസ്, വൈൽ, ലെസ്റ്റ് ഇവ സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. നിങ്ങൾ സെന്റൻസിൽ നോക്കുന്നു, എവിടെയെങ്കിലും ദാറ്റ്, സോ ദാറ്റ്, സച്ച് ദാറ്റ്, ദോ, ആൽദോ, ഇവൻ ദോ, ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. ആസ്, ഇഫ്, ആസ് ഇഫ്, അൺലെസ്
ഇതിലേതെങ്കിലും കണ്ടു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കോംപ്ലക്സ് സെന്റൻസ് ആണെന്ന് എഴുതാം. അടുത്ത നാലാമത്തെ ടൈപ്പ് സെന്റൻസ് ആണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. എന്താ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്നാ? ഇറ്റ് ഹാസ് 2 or more main clauses. 2 or more main clauses and 1 or more subordinate clause. രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും അടങ്ങുന്ന സെന്റൻസിനെ നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും അടങ്ങുന്ന സെന്റൻസിനെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കോമ്പൗണ്ട് സെന്റൻസിന്റെ കീവേഡുകളും കോംപ്ലക്സ് സെന്റൻസിന്റെ കീവേഡുകളും ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സെന്റൻസ് എടുക്കുമ്പോൾ അതിൽ കോമ്പൗണ്ടിന്റെ കീവേഡും കോംപ്ലക്സിന്റെ കീവേഡും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സെന്റൻസ് എന്ന് പറയാം? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താ? ഇതിൽ എത്ര മെയിൻ ക്ലോസ് ഉണ്ട്? രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകൾ വരും. എത്ര സബോർഡിനേറ്റ് ക്ലോസ് കാണും? ചിലപ്പോൾ ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബോർഡിനേറ്റ് ക്ലോസുകളായിരിക്കും. നമ്മൾ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. നമുക്കത് കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെ പറയാം. സിമ്പിൾ സെന്റൻസിൽ 1 മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് 2 or more മെയിൻ ക്ലോസസ്, രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകൾ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് സെന്റൻസ്. അപ്പൊ സിമ്പിൾ സെന്റൻസ് ആകുമ്പോൾ ഒരു മെയിൻ ക്ലോസ്, കോമ്പൗണ്ട് സെന്റൻസിൽ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകൾ. കോംപ്ലക്സ് സെന്റൻസിൽ എ മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് ആൻഡ് എ സബോർഡിനേറ്റ് ക്ലോസ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ്. കോംപ്ലക്സ് സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസ് ആൻഡ് എ സബോർഡിനേറ്റ് ക്ലോസ്, ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിൽ 2 or more മെയിൻ ക്ലോസസ്, രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളും ആൻഡ് 1 or more സബോർഡിനേറ്റ് ക്ലോസ്, ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും. അപ്പോൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിൽ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും. സിമ്പിൾ സെന്റൻസിന്റെ കീവേഡ്സ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഒരു സെന്റൻസിൽ? ഒന്ന്, വെർബിന്റെ ING ഫോം, വെർബിന്റെ ING ഫോം, അല്ലെങ്കിൽ 2+V1 അല്ലെങ്കിൽ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെർബ് പ്ലസ് ING ഫോം അല്ലെങ്കിൽ 2+V1 അല്ലെങ്കിൽ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം അത് സിമ്പിൾ സെന്റൻസ് ആണ്. ആ സെന്റൻസിൽ എവിടെയെങ്കിലും ഇൻസ്പൈറ്റ് ഓഫ് എന്നോ ഡെസ്പൈറ്റ് എന്നോ ടു എന്നോ ഇനഫ് ടു എന്നോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം അത് സിമ്പിൾ സെന്റൻസ് ആണ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ തുടക്കം കണ്ടു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും അറ്റ് ദ ടൈം ഓഫ്, വിത്ത്, വിത്തൗട്ട്, ബിസൈഡ്സ്, ബൈ, ഇതിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ, തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? അത് സിമ്പിൾ സെന്റൻസ് ആണ് എന്ന് എഴുതാം. കോമ്പൗണ്ട് സെന്റൻസിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ആ കോഡ് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാ? എഫ് എന്ന് പറഞ്ഞാൽ ഫോർ, എ ആൻഡ്, എൻ നോർ, ബി ബട്ട്, ഓ ഓർ, വൈ യെറ്റ്, എസ് സോ സ്റ്റിൽ. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് എഴുതാം. ഏതൊക്കെയാണ്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ, സ്റ്റിൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പൗണ്ട് സെന്റൻസ് ആണ് എന്ന് എഴുതാം. അടുത്തത്, ആ സെന്റൻസിന്റെ എവിടെയെങ്കിലും നിങ്ങൾ എയ്തർ ഓർ എന്നോ നെയ്തർ നോർ എന്നോ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നോ ബോത്ത് ആൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പൗണ്ട് സെന്റൻസ് ആണെന്ന് എഴുതാം. ഒന്നുകൂടെ പറയാം. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ബോത്ത് ആൻഡ്, ഇവ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് എഴുതാം. പിന്നെ ഏതൊക്കെയാണ്? ഹെൻസ്, ആസ് വെൽ ആസ്, മോർ ഓവർ, നെവർത്തിലെസ്, അതർവൈസ്, ദെയർഫോർ. ഇവ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് എഴുതാം. ഏതൊക്കെയാണ്? ഹെൻസ്, ആസ് വെൽ ആസ്, മോർ ഓവർ, നെവർത്തിലെസ്, അതർവൈസ്, ദെയർഫോർ. ഇവ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാലും കോമ്പൗണ്ട് സെന്റൻസ് എന്ന് എഴുതാം. പിന്നെ സെമിക്കോളൻ അല്ലെ, സെമിക്കോളൻ വെച്ചാൽ ഒരു
കുത്തും ഒരു കോമയും അവ ഒരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് സെന്റൻസ് ആയിരിക്കും? അതൊരു കോമ്പൗണ്ട് സെന്റൻസിന് ഉദാഹരണമായിരിക്കും. ഇതൊന്ന് നോക്കിയേ. ഒരു സെന്റൻസിൽ 4 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? 4 കണ്ടു കഴിഞ്ഞാൽ 4 വന്നു കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട്. 4 വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ആണ്. എന്നാൽ സിൻസ് വന്നു കഴിഞ്ഞാലോ? സിൻസ് വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് ആണ്. സിൻസ് വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് ആണ്. അപ്പൊ ഒരു സെന്റൻസിൽ 4 വന്നു കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട് എന്ന് എഴുതണം. എന്നാൽ സിൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോംപ്ലക്സ് എന്ന് എഴുതണം. അതേപോലെ ബിക്കോസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ ബിക്കോസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഏതാണ്? ബിക്കോസ് എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആണ്. ബിക്കോസ് എന്ന് പറയുമ്പോൾ അത് കോംപ്ലക്സ് ആണ്. എന്നാൽ ബിക്കോസ് ഓഫ് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിരിക്കും. ബിക്കോസ് ഓഫ് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ. അപ്പോൾ സെന്റൻസിൽ ബിക്കോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോംപ്ലക്സ് എന്ന് എഴുതണം. എന്നാൽ ബിക്കോസിന് ശേഷം ഒരു ഓഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തെന്ന് എഴുതണം? ആ സെന്റൻസ് സിമ്പിൾ സെന്റൻസ് എന്ന് എഴുതണം. ഒരു സെന്റൻസിൽ ആസ് വെൽ ആസ് എന്ന് കണ്ടു കഴിഞ്ഞാലോ? ആസ് വെൽ ആസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പൗണ്ട് എന്ന് എഴുതണം. കോമ്പൗണ്ട് എന്ന് എഴുതണം. ആസ് വന്നു കഴിഞ്ഞാലോ? ആസ് വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് എന്ന് എഴുതണം. കോംപ്ലക്സ് എന്ന് എഴുതണം. ഒരു സെന്റൻസിൽ 4 വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് എന്ന് എഴുതണം. സിൻസ് വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് എന്ന് എഴുതണം. ബിക്കോസ് ആണ് വരുന്നതെങ്കിൽ കോംപ്ലക്സ്. ബിക്കോസ് ഓഫ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ. ആസ് വെൽ ആസ് ആണെങ്കിൽ കോമ്പൗണ്ട്. ആസ് മാത്രമാണെങ്കിൽ കോംപ്ലക്സ്. സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സിലെ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.